ശ്രീ എം കെ ഹരിദാസ് അങ്ങയോടാണ്. ഇനിയിപ്പോ നോക്കൂ, ഇത് രാഷ്ട്രീയമായി ഞങ്ങൾ ഇരയുടെ പക്ഷത്താണ് എന്ന ഉറച്ച നിലപാടെടുത്ത് നിൽക്കുകയായിരുന്നു CPM. ഇപ്പോൾ എം വി ജയരാജന്റെയും മറ്റു ചില ആളുകളുടെയൊക്കെ പ്രസ്താവന താങ്കൾ ചൂണ്ടിക്കാണിച്ചു. ഒരേ സമയം രണ്ട് നിലപാടുണ്ടെന്നൊക്കെ ആക്ഷേപിച്ചു. പക്ഷേ ഈ നവീൻ ബാബുവിന്റെ കുടുംബം ഉള്ള പത്തനംതിട്ടയിലെ പാർട്ടി, അവരുടെ ഭാരവാഹികളൊക്കെ ഈ കുടുംബത്തിനൊപ്പം മുഴുവൻ സമയമുണ്ട് എന്നുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും നിരന്തരം ആ വീട്ടിൽ അവിടെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്ന ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വിഷയത്തിൽ തൊട്ടടുത്തുള്ള എന്ന് പറഞ്ഞാൽ അവരുടെ അയൽപക്കത്തുള്ള പാർട്ടിക്ക്, മലയാളപ്പുഴയിലെ പാർട്ടിക്ക്, പത്തനംതിട്ടയിലെ പാർട്ടിക്ക് ഇതിൽ ഇവരുടെ കുടുംബത്തോടൊപ്പം അല്ലാതെ ഒരു നിലപാട് സ്വീകരിക്കുക സാധ്യമാണോ? അതൊക്കെ എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ പേരിൽ കുറേ കാലമൊക്കെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്ന് കൊടുക്കുന്ന എന്താ പറയേണ്ടത് ഉത്തരവ് അനുസരിച്ച് ചെയ്യുന്നതാണ് ശ്രീ അഭിലാഷ്. അവിടെ മലയാളപ്പുഴ മോഹൻ എന്ന് പറഞ്ഞിട്ടൊരു CITUവിൻ്റെ ഒരു നേതാവുണ്ട്. അദ്ദേഹം ഈ കേസിൽ പുലർത്തുന്ന ആത്മാർത്ഥതയ്ക്കപ്പുറം ഈ പത്തനംതിട്ടയിലെ ഒരു CPM നേതാവിൻ്റെ വാക്കുകളിലും ഒളിച്ചു വെച്ച മുനയമ്പോട് കൂട്ടല്ലാണ്ട് ഒന്നും കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ പറയില്ലേ, ഇപ്പോൾ 23-ാം തീയതിത്തെ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പോകുന്ന പൂരം ചോദിച്ചറിയേണ്ട കാര്യങ്ങളില്ല. എല്ലാവരും ഒന്നാവും ഈ കാര്യത്തിൽ. ആ കുടുംബം ഒറ്റപ്പെടും, ആ കുടുംബത്തിന് നീതി ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ ഈ 11-12 ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ആ കുടുംബത്തിന് നീതി CPM കേരളം ഭരിക്കുന്നിടത്തോളം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. മേൽപ്പത്തൂരിൻ്റെ ഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ വിഭക്തിയോടാണ് എനിക്കിഷ്ടമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഇവർക്ക് സത്യസന്ധനായ നവീൻ ബാബുവിനോടുള്ള പ്രതിപത്തിയേക്കാൾ ദിവ്യ സംരക്ഷിക്കപ്പെടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂട്ടാണ് ഈ പാർട്ടി മുൻപോട്ട് പോകുന്നത് എന്നതുകൊണ്ട് തന്നെ ദിവ്യയ്ക്കുള്ള എല്ലാ സംരക്ഷണവും എല്ലാ കാലത്തും ഒരുക്കാതെ ഇവിടെ നവീൻ ബാബുവിനൊരു നീതി വാങ്ങിക്കൊടുക്കാൻ കേരളം ഇന്ന് ഭരിക്കുന്ന സർക്കാരോ CPM എന്ന് പറയുന്ന പാർട്ടിയോ തയ്യാറാകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ അസ്കർ അങ്ങേയറ്റം വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ഒരു സസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രതിക്ക് അവർക്ക് അമ്മയുണ്ട്, പെങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നീതി നിഷേധം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ സ്ഥിതി? എല്ലാ സ്ഥാനമാനങ്ങളോടും കൂടിയിട്ട് ദിവ്യ എല്ലാ സ്ഥാനങ്ങളിലും തിരിച്ചു വരും. അങ്ങ് ഒരു 6 മാസം കാത്തിരിക്കാനാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്.